ജാവ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയൺമെൻറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എക്ലിപ്സ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ എക്ലിപ്സ് ഡൗൺലോഡ് എന്ന് ഗൂഗിൾ സെർച്ചിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഈ eclipse.orgയുടെ സൈറ്റിലേക്ക് പോവാം. ഇതിനകത്ത് ഇൻസ്റ്റോൾ ഫേവറേറ്റ് ഡെസ്ക്ടോപ്പ് ID പാക്കേജസിനകത്ത് ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഈ രണ്ടെണ്ണം കിട്ടും. അതിൽ ഫസ്റ്റ് കിടക്കുന്നത് ഡൗൺലോഡ് x86-64 ബിറ്റിനുള്ളതാണ്. ഇത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഡൗൺലോഡ് കൊടുക്കുക. ഇപ്പോൾ എക്ലിപ്സ് ഡൗൺലോഡ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് പല ടൈപ്പ് ഇതിലേത് എക്ലിപ്സ് ആണ് നമുക്ക് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അതിനകത്ത് എക്ലിപ്സ് ID ഫോർ ജാവ ഡെവലപ്പേഴ്സ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ഇൻസ്റ്റലേഷൻ ഫോൾഡർ കൊടുക്കാം. നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ വേറെ ഫോൾഡർ കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സെയിം ഫോൾഡർ തന്നെ കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇൻസ്റ്റാൾ കൊടുക്കാം. ഇതിനകത്ത് ക്രിയേറ്റ് സ്റ്റാർട്ട് മെനു എൻട്രിയും ഡെസ്ക്ടോപ്പ് ഷോർട്ട് കട്ടും ടിക്ക് ചെയ്ത് കൊടുത്താൽ അതവിടെ നമ്മളെ ഡെസ്ക്ടോപ്പിൽ അതിൻ്റെ ഷോർട്ട് കട്ട് ഉണ്ടാവും. അപ്പോൾ എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് ലോഞ്ച് കൊടുക്കാൻ. ഇനി ഇതിനകത്ത് നമ്മൾ ഒരു വർക്ക് സ്പേസ് കൊടുക്കണം. ഓട്ടോമാറ്റിക്കലി ഒരു വർക്ക് സ്പേസ് വരും. നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കുക. അതിന് ബ്രൗസ് ക്ലിക്ക് ചെയ്തിട്ട് ഏതാ ഫോൾഡർ വേണ്ടെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ യൂസേഴ്സ് ഡിഫോൾട്ട് ആൻഡ് ടാസ്ക് അഗൈൻ ക്ലിക്ക് ചെയ്തിട്ട് ലോഞ്ച് കൊടുക്കുക. ഇതിനകത്ത് ഒരു ഹലോ ഒരു വെൽക്കം പേജ് വരും. അത് ക്ലോസ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ജാവ പ്രോജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ക്രിയേറ്റ് ജാവ പ്രോജക്റ്റ് കൊടുക്കുക. മേവൻ പ്രോജക്റ്റ് ആണെങ്കിൽ ക്രിയേറ്റ് മേവൻ പ്രോജക്റ്റ് കൊടുക്കുക.